പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 24. പ്രധാന വാർത്തകൾ. വാടക കരാർ രജിസ്ട്രേഷൻ ഓൺലൈനിലാക്കി മസ്കത്ത് നഗരസഭാ ഓഫീസുകൾ നേരിട്ട് സന്ദർശിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കപ്പെടും. നാളെ മുതൽ ഓൺലൈൻ രജിസ്ട്രേഷൻ പ്രാബല്യത്തിൽ വരും. രജിസ്ട്രേഷൻ ഡിജിറ്റൽ വൽക്കരിക്കുന്നതിലൂടെ കെട്ടിട ഉടമയും ഉപയോക്താവും തമ്മിലുള്ള ഇടപാടുകൾ സുഗമമാകുമെന്നും സിവിക് ബോഡി പ്രസ്താവനയിൽ പറഞ്ഞു. തുടക്കത്തിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ സേവനം പുതിയ താമസ വാടക കരാറുകളിൽ മാത്രമാകും. വ്യക്തികളുമായുള്ള കരാറുകൾക്ക് മാത്രമാണ് നിലവിൽ ഓൺലൈൻ സേവനം ലഭ്യമാകുക. കമ്പനികൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കുമുള്ള കരാർ രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ നേരത്തെയുള്ള രീതിയിൽ തുടരും. ഇലക്ട്രോണിക് സർട്ടിഫൈഡ് ലീസ് കരാറുകൾ ജുഡീഷ്യൽ ബോഡികൾ ഉൾപ്പെടെ വിവിധ അധികാരികൾ ഔദ്യോഗിക രേഖകളായി പരിഗണിക്കും. കോടതികളിലെ വ്യവഹാര നടപടികൾ സുഗമമാക്കുന്നതിനുള്ള ശ്രമങ്ങൾക്കൊപ്പമാണിതെന്നും നഗരസഭ വ്യക്തമാക്കി. തലസ്ഥാനത്തെ മാരത്തൺ പ്രിയർക്ക് ആവേശക്കാഴ്ചയൊരുക്കാൻ മസ്കത്ത് മാരത്തൺ വീണ്ടും എത്തുന്നു. പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം സംഘടിപ്പിക്കുന്ന മാരത്തൺ ജനുവരി 26, 27 തീയതികളിൽ അരങ്ങേറും. വ്യത്യസ്ത വിഭാഗങ്ങളിലായി നടക്കുന്ന മാരത്തണിൽ 12,000 കായിക താരങ്ങൾ പങ്കാളികളാകും. വിവിധ പ്രായക്കാർക്കും ഫിറ്റ്നസ് ലെവലുകളിലുള്ളവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിൽ അനുയോജ്യമായ രീതിയിലാണ് മത്സരങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സുൽത്താൻ ഹൈതം ബിൻ താരിഖിനെ പ്രതിനിധീകരിച്ച് മന്ത്രിസഭാ കൗൺസിൽ ഉപപ്രധാനമന്ത്രി സയ്യിദ് ഫഹദ് ബിൻ മഹ്മൂദ് ഒമാനിലെ വിവിധ ആരാധനാലയങ്ങളുടെ മേലധ്യക്ഷന്മാരെ സ്വീകരിച്ചു. ഒമാൻ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുവെന്നും ഇസ്ലാം സഹിഷ്ണുതയുടെ മതമാണെന്നും എല്ലാ മനുഷ്യരാശിയെയും സേവിക്കുന്നതിലും സഹകരിക്കുന്നതിലും അധിഷ്ഠിതമാണ് ഇസ്ലാമിൻ്റെ തത്വങ്ങളെയും കൂടിക്കാഴ്ചയിൽ ഉപപ്രധാനമന്ത്രി പറഞ്ഞു. ഒമാൻ ഔഖാഫ് മതകാര്യമന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ മഅ്മരി ഉൾപ്പെടെ ചടങ്ങിൽ സന്നിധരായിരുന്നു. മസ്കത്ത് കേന്ദ്രീകരിച്ച് ജനുവരി 26 ആരംഭിക്കുന്ന ഗൾഫ് ക്രിക്കറ്റ് ലീഗിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടന്നു. ടെന്നീസ് പന്ത് ഉപയോഗിച്ചുള്ള ആദ്യ ലീഗാണ് നടത്തപ്പെടുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. ഗൾഫ് ക്രിക്കറ്റ് ലീഗ് എന്ന വെബ്സൈറ്റ് വഴി ലീഗിന്റെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. മാർച്ച് മാസത്തോടുകൂടെ വെള്ളിയാഴ്ച രാവിലെയുള്ള ലീഗ് മസ്കത്തിന് പുറമെ നിസ്വ, സലാല, സുഹാർ, ബർക്ക എന്നീ സ്ഥലങ്ങളിലുള്ള ടീമുകളെ ഉൾപ്പെടുത്തി ലീഗ് വിപുലീകരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഒമാനിൽ വിദേശികൾക്ക് അനുവദിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസുകളുടെ കാലാവധി സംബന്ധിച്ച് കൃത്യത വരുത്തി റോയൽ ഒമാൻ പോലീസ്. കാലാവധി സാധുതയുള്ള കാലത്തോളം ലൈസൻസ് ഉപയോഗിക്കാനാകുമെന്നും ഒരാളുടെ റെസിഡൻസി സ്റ്റാറ്റസ് കഴിയുന്നത് ഡ്രൈവിംഗ് ലൈസൻസിനെ ബാധിക്കില്ലെന്നും ഒമാൻ നിരത്തുകളിൽ വാഹനമോടിക്കാൻ സാധിക്കുമെന്നും പോലീസിനെ ഉദ്ധരിച്ച് ഔദ്യോഗിക മാധ്യമം സ്ഥിരീകരിച്ചു. വിദേശികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി കഴിഞ്ഞാൽ പുതുക്കാൻ സാധിക്കും. ലൈസൻസ് പുതുക്കുന്നതിന് വീണ്ടും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ടതില്ലെന്നും റോയൽ ഒമാൻ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. ഇക്കാലയളവിൽ റെസിഡൻസി സ്റ്റാറ്റസ് മാറിയിട്ടുള്ളവർക്ക് ഇത് സംബന്ധമായ വിവരങ്ങൾ റോയൽ ഒമാൻ പോലീസ് ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് വിഭാഗത്തിൽ ഇതോടൊപ്പം അപ്ഡേറ്റ് ചെയ്യാനും കഴിയും. അതേസമയം പ്രവാസി രാജ്യം വിട്ടാൽ അയാളുടെ ഡ്രൈവിംഗ് ലൈസൻസിന്മേലുള്ള മുഴുവൻ പിഴകൾക്കും നിയമലംഘനങ്ങൾക്കും സ്പോൺസറോ കമ്പനിയോ ഉത്തരവാദികളായിരിക്കുമെന്ന തരത്തിൽ നേരത്തെ സ്ഥിരീകരിക്കാത്ത സന്ദേശങ്ങൾ പ്രചരിച്ചിരുന്നു. എന്നാൽ ഇത് തെറ്റാണെന്നും ROP വ്യക്തമാക്കി. ഒമാൻ ആതിഥേയത്വം വഹിക്കുന്ന പ്രഥമ ഫൈവ്സ് ഹോക്കി ലോകകപ്പ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. സസ്റ്റൈനബിൾ സിറ്റി സെയിൽ സെന്ററിൽ ഇന്നലെ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഒമാൻ സാംസ്കാരിക കായിക യുവജന മന്ത്രി സയ്യിദ് ദി യസീൻ ബിൻ ഹൈതം ബിൻ താരിഖ് കാർമ്മികത്വം വഹിച്ചു. രാജകുടുംബാംഗങ്ങൾ, മന്ത്രിമാർ, അണ്ടർ സെക്രട്ടറിമാർ, ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ പ്രസിഡന്റ് മുഹമ്മദ് തൊയ്യിബ് ഇക്രാം തുടങ്ങിയവർ സന്നിധരായിരുന്നു. ടൂർണമെന്റിലെ മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും. അമീറാത്തിലെ ഒമാൻ ഹോക്കി സ്റ്റേഡിയമാണ് വേദി. പുരുഷ വനിത വിഭാഗങ്ങളിൽ 32 നാഷണൽ ടീമുകൾ ലോകകപ്പിൽ ഏറ്റുമുട്ടും. ആദ്യഘട്ടം വനിതകളുടെയും തുടർന്ന് പുരുഷ വിഭാഗത്തിൻ്റെയും മത്സരങ്ങൾ അരങ്ങേറും. ജനുവരി 27 വനിതാ വിഭാഗം ഫൈനൽ. 28 ആരംഭിക്കുന്ന പുരുഷ വിഭാഗം ഗ്രൂപ്പ് മത്സരങ്ങൾക്ക് ശേഷം 31 ഫൈനൽ അരങ്ങേറും. മസ്കത്ത് KMCC അൽഖൂദ് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫാമിലിയ അൽഖൂദ് 2024 കുടുംബസംഗമവും വനിതാ വിംഗ് രൂപീകരണവും അടുത്ത മാസം 2 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ നസീം ഫാം ഹൗസിൽ നടക്കും. പരിപാടിയോടനുബന്ധിച്ച് വനിതകൾക്ക് വേണ്ടി പാചക മത്സരവും ഹാദിയ CSC ട്രെയിനറും മൈൻഡ് ട്യൂണർ ആൻഡ് കൗൺസിലറുമായ ഫാത്തിമത്ത് സുഹറ വഫിയ നേതൃത്വം നൽകുന്ന പ്രവാസി ജീവിതത്തിൽ ഹരിത രാഷ്ട്രീയത്തിൻ്റെ പങ്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി പഠന ക്ലാസും സംഘടിപ്പിക്കും.
കുട്ടികൾക്ക് വേണ്ടി വിവിധ മത്സരങ്ങൾ, ഇശൽ വിരുന്ന് എന്നീ പരിപാടികളും ഉണ്ടായിരിക്കുമെന്ന് അൽഖൂത്ത് KMCC മീഡിയ ആൻഡ് പബ്ലിസിറ്റി വിംഗ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഗുരുതരാവസ്ഥയിലായിരുന്ന പ്രവാസിയെ റോയൽ ഒമാൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റ് ചെയ്തു. മുസന്ദം ഗവർണറേറ്റിലെ ദിബ്ബ ഹോസ്പിറ്റലിൽ നിന്ന് വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സുഹാർ ഹോസ്പിറ്റലിലേക്കാണ് മാറ്റിയതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ആവശ്യമായ ചികിത്സ ലഭ്യമാക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം മറ്റൊരു രോഗിയെയും റോയൽ ഒമാൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റ് ചെയ്തിരുന്നു. ഇവർക്ക് ആവശ്യമായ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുകയും ചെയ്തു. തെക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ തിവി വിലായത്തിലെ വാദി ഷാബ് പ്രദേശത്തു നിന്നും പരിക്കേറ്റ വനിതയെ രക്ഷപ്പെടുത്തി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല. തുടർന്ന് സൂർ ആശുപത്രിയിലെത്തിച്ച് വിദഗ്ധ ചികിത്സ ഉറപ്പുവരുത്തിയതായും സിവിൽ ഡിഫൻസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം തിവി വിലായത്തിൽ മിബാം ഗ്രാമത്തിൽ ഹൈക്കിങ്ങിനിടെ വീണ് പരിക്കേറ്റ വനിതയെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം രക്ഷപ്പെടുത്തിയിരുന്നു. സാരമായി പരിക്കേറ്റവരെ സൂർ ആശുപത്രിയിലെത്തിച്ച് അടിയന്തര ചികിത്സയ്ക്ക് ലഭ്യമാക്കുകയും ചെയ്തിരുന്നു. മറ്റൊരു സംഭവത്തിൽ ബിദ്ബിദ് വിലായത്തിൽ മല കയറുന്നതിനിടെ താഴേക്ക് വീണ സ്വദേശിയെ റോയൽ ഒമാൻ പോലീസ് ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടുത്തിയിരുന്നു. ഇടുങ്ങിയ പ്രദേശത്തെ അപകടത്തിൽപ്പെട്ട ഇയാളെ ഏറെ സാഹസികമായാണ് രക്ഷപ്പെടുത്തിയത്. തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. എന്നാൽ മല കയറുന്നവർ വേണ്ട മുൻകരുതലുകൾ നടപടികൾ സ്വീകരിക്കണമെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം ആവശ്യപ്പെട്ടു. ദോഫാർ ഗവർണറേറ്റിൽ കടൽ വഴി രാജ്യത്തേക്ക് മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച 2 അറബ് വംശജരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ദോഫാൻ ഗവർണറേറ്റ് പോലീസ് കമാൻഡ് നടത്തിയ പരിശോധനയിലാണ് വലിയ തോതിൽ ഘാട്ട് മയക്കുമരുന്ന് പിടിച്ചെടുത്തത്. 450 പാക്കറ്റ് ഘാട്ട് കണ്ടെടുത്തതായും പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കിയതായും പോലീസ് അറിയിച്ചു. ദാഖിലിയ ഗവർണറേറ്റിലെ പൊതുനിരത്തിൽ വാഹനവുമായി സാഹസിക പ്രകടനം നടത്തിയ ഡ്രൈവർ അറസ്റ്റിൽ. ദൃശ്യങ്ങൾ പകർത്തി സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. മറ്റുള്ളവരുടെ ജീവന് കൂടി അപകടകരമായ രീതിയിൽ വാഹനമോടിക്കുന്നതിന്റെ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട ദാഖിലിയ ഗവർണറേറ്റ് പോലീസ് കമാൻഡ് അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു. കാർ പിടിച്ചെടുത്തതായും റോയൽ ഒമാൻ പോലീസ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രാഫിക് വിഭാഗം അറിയിച്ചു. ഒമാൻ തൃശൂർ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ഒമാൻ ആരോഗ്യ വകുപ്പുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. വെള്ളിയാഴ്ച രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ബൗഷർ സെൻട്രൽ ബ്ലഡ് ബാങ്കിൽ വെച്ച് രക്തദാന ക്യാമ്പ് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സ്വമേധയാ ഉള്ള രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും സുസ്ഥിരമായ രക്തവിതരണത്തിന്റെ ആവശ്യകതയെ പിന്തുണയ്ക്കാനും രാജ്യത്തിന്റെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും പിന്തുണ അറിയിക്കുക എന്നതുകൂടിയാണ് രക്തദാന ക്യാമ്പ് കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഇന്ത്യയെ വീണ്ടെടുക്കാൻ ഇന്ത്യയോടൊപ്പം എന്ന പ്രമേയവുമായി കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ദേശരക്ഷാ മാർച്ചിന്റെ മസ്കത്ത് തല പ്രചരണ പരിപാടി മസ്കത്ത് കണ്ണൂർ ജില്ലാ KMCC സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം മുണ്ടേരി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് മസ്കത്ത് ഇന്ത്യൻ എംബസിയിൽ ആഘോഷ പരിപാടികൾ അരങ്ങേറും. ജനുവരി 26 വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് അൽ ഖുവൈറിലെ നയതന്ത്ര മേഖലയിലെ എംബസി അങ്കണത്തിൽ അംബാസഡർ അമിത് നാരംഗ് പതാക ഉയർത്തും. വിദ്യാർത്ഥികളുടെ പ്രകടനങ്ങൾ ഉൾപ്പെടെ അനുബന്ധ പരിപാടികളും അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. പതാക ഉയർത്തൽ ചടങ്ങിലേക്ക് ഒമാനിലെ പ്രവാസി ഇന്ത്യക്കാരെയും എംബസി അധികൃതർ ക്ഷണിച്ചു. പങ്കെടുക്കുന്നവർ 7:45 മുമ്പ് എത്തിച്ചേരണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. സുഹാർ മലയാളി സംഘം സുഹാർ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബുമായി ചേർന്ന് കഴിഞ്ഞ ഒക്ടോബറിൽ നടത്തിയ 8ാമത് യുവജനോത്സവത്തിൽ സ്റ്റേജ് ഇനത്തിലും സ്റ്റേജ് ഇതര മത്സരത്തിലും ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിച്ച കലാപ്രതിഭകൾക്കുള്ള പുരസ്കാര വിതരണവും വിവിധ കലാപരിപാടികളും കോർത്തിണക്കിയ സർഗസന്ധ്യ 2024 വെള്ളിയാഴ്ച സുഹാർ അംബറിലെ വിമൻസ് അസോസിയേഷൻ ഹാളിൽ അരങ്ങേറും. വൈകിട്ട് 6 മണി മുതൽ ആരംഭിക്കുന്ന പരിപാടിയിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖർ പങ്കെടുക്കുമെന്ന് സുഹാർ മലയാളി സംഘം പ്രസിഡന്റ് മനോജ് കുമാർ, ജനറൽ സെക്രട്ടറി വാസുദേവൻ ചിട്ടൻ എന്നിവർ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.